ഞാൻ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സവാള വളരെ നൈസായിട്ട് ഞാനിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 5-6 പീസ് ബ്രെഡ് ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ അരിഞ്ഞ് വെച്ച സവാളയിലേക്ക് ഒരു 3 എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഈ എഗ്ഗിലേക്ക് ഞാൻ ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും ഒരല്പം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകിട്ടത്തേക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. പെട്ടെന്ന് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് എഗ്ഗ് ഒന്ന് മാറ്റി വയ്ക്കുകയാട്ടോ. അതിനുശേഷം നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ എടുക്കുക. നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഓരോ പീസുകൾ കട്ട് ചെയ്ത് മാറ്റാം. ഒരു ഹോള് പോലെ നമ്മളാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പാന് ഇവിടെ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാനിലേക്ക് ഞാനൊരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഓയിൽ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്നാകുന്ന രീതിയിൽ തൂത്ത് കൊടുക്കാം. ഉണ്ടോ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ നെയ്യോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അതാണ് നല്ലത്. അപ്പം ഞാൻ അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരല്പം എഗ്ഗ് ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പീസ് ഇതുപോലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മളതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം അതുപോലെ ഒരു 3 പീസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുട്ടികൾക്കത് കാണുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെടും. ഇതിൽ നമുക്ക് ടൊമാറ്റോ സോസോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. വീണ്ടും ഞാൻ ആ പാനിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 പീസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് സെൻറ്ററിലേക്ക് നമ്മൾ ആ എഗ്ഗ് ഒഴിച്ച് കൊടുത്ത് പഴയതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മാറ്റി വെച്ച ആ ബ്രെഡിൻ്റെ പീസുകൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് മറച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഞാൻ ഒരു പീസ് കൂടെ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പീസ് കൂടെ അതുപോലെ തന്നെ എഗ്ഗ് ഒഴിച്ച് കൊടുത്ത് ഞാനതൊന്ന് മറച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.